വെക്കേഷനായിട്ട് പാരൻസ് നേരിടുന്ന ഏറ്റവും ഒരു പ്രശ്നമാണ് ഈ ഒരു മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സിസ്റ്റം ടി വി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള അടിപൊളി ഐഡിയ കാണിച്ചു. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്രാഫ്റ്റ് ഹൗസിൻ്റെ കുറിച്ചാണ്. സാധാരണ ഈ വെക്കേഷന് എല്ലാവരും മൊബൈലും ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ ഫാമിലി ഫണ്ണും അതുമാത്രമല്ല കുറേ ഗെയിംസ് ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധി പ്രയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ കിറ്റ്. ഇതിൻ്റെ അകത്ത് നിറച്ച് ഫൺ തിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ളത് ഫസ്റ്റ് തന്നെ ഒരു ഗെയിമുണ്ട്. ഈ ഗെയിം നമുക്ക് ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ കളിക്കാം. ഇത് പ്രൊജക്റ്റ് 1 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ നോക്കണേ. കുറേ ഫൺ ഗെയിംസ് ഉണ്ട്. നമുക്ക് ഇത് ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രാഫ്റ്റ് ഹൗസിൻ്റെ കിറ്റ്. ഇത് 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൊജക്റ്റാണ്. ഓരോ പാക്കറ്റിലും ഓരോ പ്രൊജക്റ്റാണ് ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു ബുക്കിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും. പ്രൊജക്റ്റ് 1, പ്രൊജക്റ്റ് 2 എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ സഹിതം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വിധത്തിലാണ് ഉണ്ടാക്കണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ചെറിയ തീരെ 4-5 ഇയേഴ്സൊക്കെയുള്ള കുഞ്ഞു കുട്ടികളാണെങ്കിൽ അമ്മമാരൊക്കെ ഒന്ന് കൂടെ ഇരിക്കുക. ഇത്തിരി മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോടെ വയ്ക്കുക. അപ്പോൾ അവർക്ക് വേസ്റ്റൊക്കെ ഇതിനകത്ത് വെട്ടിയിടാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഇത് ഫസ്റ്റ് പ്രൊജക്റ്റും സെക്കൻഡ് പ്രൊജക്റ്റും ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസം ഓരോ ക്രാഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്രയും സമയം ഇതുപോലെ തന്നെ ടി വി കണ്ടും ഇതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്തും മുഷിയേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെയധികം കുഞ്ഞുങ്ങൾക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ടും ബുദ്ധിവികാസത്തിനൊക്കെ ഉപകരിക്കുന്ന ഒരു കിറ്റാണിത്. ഞാനിതിൻ്റെ ലിങ്കും കൂടെ ഇതിൽ മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഈ വെക്കേഷന് കുഞ്ഞുങ്ങൾ ബോറടിച്ചിരിക്കുകയെന്ന് പല കുഞ്ഞുങ്ങളും പറയാറില്ലേ. അപ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇതിൻ്റെ അത് 1 to 21 വരെയുള്ള പ്രൊജക്ട്സും ഗെയിംസൊക്കെ ഉണ്ട്. ടാറ്റാ.